ഹലോ സാറേ, നമ്മുടെ പിള്ളേരുടെ ടൂർ പോണതിന്റെ പൈസ നമുക്ക് ഇന്ന് തുടങ്ങി മേടിക്കാലോ അല്ലേ? ആയിക്കോട്ടെ സാറേ. ടീച്ചറെ 5 മണി കയറി വാ. ടീച്ചറെ, ഇവിടെ 2-3 കൊല്ലായി ടൂറിന് പോണമെന്നൊക്കെ പറയുന്നു. ഞാൻ ഈ കൂലിപ്പണിയൊക്കെ ചെയ്തിട്ടേ പിന്നിപ്പോ നമ്മള് മക്കളുടെ കാര്യങ്ങൾ എന്തെങ്കിലും സഹായിച്ചു കൊടുക്കണ്ടേ. അപ്പൊ ഇന്നലെയും വന്ന് പറഞ്ഞു എന്തെങ്കിലും ആവട്ടെ എന്നും പറഞ്ഞ് പൈസ തരാൻ വന്ന. നല്ലൊരു മോളെ. എത്രയാ ടീച്ചറെ? 2000. 2000. ആ, $1500, 1700, 1900, 960, 40 കുറവുണ്ട്. $40 കുറവുണ്ട് ടീച്ചറെ. അതിനാണ് എത്ര നേരം ഇത് വിഷമിച്ചിരുന്നത്. ഞാൻ എന്റെ ഇത് വെച്ചോളാം. 5 രൂപയുള്ളത് ഞാൻ കൊണ്ടെത്തരാം ടീച്ചറെ. ഇപ്പൊ ടീച്ചർ കൊടുത്താലേ അത് കുഴപ്പമില്ല. ഞാൻ കൊണ്ടുവരാം. ആയിക്കോട്ടെ. മോളെ, അതൊന്നും കുഴപ്പമില്ല. 5 മോളുടെ അച്ഛാ. ഹലോ സാറേ. പിന്നെ ടീച്ചറെ ഒരു സംസാരിക്കായിരുന്നു. നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന മിനിക്കുട്ടിയില്ലേ? ആ, മിനിപത്തിലെ മിനിക്കുട്ടി ബൈക്കിൽ നിന്ന് വീണെന്ന് പറഞ്ഞ പെട്ടെന്നൊരു ഓപ്പറേഷനാണ്. അപ്പൊ അത് പെട്ടെന്ന് എനിക്ക് വിവരം കിട്ടിയിരുന്നേ. എന്നെ പറ്റിയപ്പോ അത് സാമ്പത്തികമായിട്ട് ഒന്നും ഇല്ലാത്തല്ല. പെട്ടെന്ന് 24 മണിക്കൂർ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. അതെ. ഞാൻ അല്പം വരാൻ കഴിയും. ഞാനൊന്ന് പോയിട്ടേ വിളിക്കാം കേട്ടോ. ആയിക്കോട്ടെ സാറേ. എന്താ ടീച്ചറെ പെട്ടെന്ന് മുഖത്തൊരു ഭാവമാറ്റം? അഞ്ചു, ഇവിടെ കത്തി പിടിക്കുന്ന മിനിക്കുട്ടിയില്ലേ, അവള് ഇങ്ങോട്ട് പോരുന്ന വഴി ബൈക്കിൽ നിന്ന് വീണ് ആക്സിഡന്റ് പറ്റിയിട്ടുണ്ട്. അവൾക്ക് പെട്ടെന്നൊരു ഓപ്പറേഷൻ വേണമെന്ന് സാറിന് വിളിച്ചതാ. അവളെന്റെ കൂടെ പഠിക്കുന്നത്. അവളില്ലാതെ ഞാൻ എങ്ങനെ നമുക്ക് ഈ ഫുഡ് അവൾക്ക് കൊടുക്കാം. മോളുടെ ഈ നല്ല മനസ്സ്, എനിക്ക് ഇങ്ങനെയുള്ള മോളെ മതിരി. നിനക്കങ്ങനെ തോന്നിയില്ലോ? നീ തന്നെ ടീച്ചറിനോട് പറഞ്ഞു കൊടുത്തോ? ടീച്ചറെ, എന്റെ കൂട്ടുകാരി വീണ് വേദന വേണ്ടി പോയിട്ടുമ്പോ ഞാൻ ടൂറിനില്ല. ടീച്ചറെ, ഈ പൈസ അവളുടെ ആശുപത്രി ചെലവിന് ഉപകാരമാകി ടീച്ചർ ഇതങ്ങോട്ട് കൊടുത്തു. എനിക്കൊരു പ്രശ്നമില്ല. അല്ലേ കൊടുത്തോ മോളെ? ഇത്രയും നല്ലുള്ളൊരു മനസ്സുള്ളൊരു കുറച്ച് എനിക്കുണ്ടല്ലോ, അത് മതി. അല്ലേ ടീച്ചറെ? എന്റെ സ്കൂളിൽ ഇത്രയും നല്ല മനസ്സുള്ള കുട്ടികളുള്ളതില് ഞാൻ അഭിമാനം കൊള്ളുന്നു മോളെ. മേക്കമി ടീച്ചർ, യെസ്. എന്താ ടീച്ചർ ഒരു വിഷമത്തിൽ ഇരിക്കണേ? ആക്സിഡന്റ് പറ്റി മിനിക്കുട്ടിക്ക്. അപ്പൊ അതിന് പെട്ടെന്ന് ഓപ്പറേഷൻ വേണമെന്ന് സാർ ഇപ്പൊ വിളിച്ചു പറഞ്ഞു. അപ്പൊ ഞാനത് അവരോട് സംസാരിക്കുകയായിരുന്നു. അപ്പൊ 5 അതിന് അവളുടെ ടൂറിന്റെ പൈസ കൊടുക്കാന്ന് പറഞ്ഞു. ടീച്ചറെ, ഞാനും എന്റെ ടൂറിന്റെ പൈസ തരാമെന്നതാണ്. ഈ പറയുന്ന വിഷയം കേട്ടിട്ട് എനിക്കും സങ്കടമായി. അപ്പൊ എങ്ങനെയാ ടൂറിന് പോവാ? അപ്പൊ എന്റെ പൈസ ആ കുട്ടിയുടെ ചികിത്സയ്ക്ക് വേണ്ടി കൊടുത്തോട്ടോ. ഇന്ന ടീച്ചറെ പൈസ 2000 എടുക്കാം. ടീച്ചറെ, എന്നാ ഞങ്ങള് കേട്ടോ എന്തെങ്കിലും പറ്റുകയാണെങ്കിൽ ഞങ്ങൾ വരാം കേട്ടോ. ശരി, ആണോ? ആ സാറേ, നമ്മുടെ പിള്ളേര് 2 പേര് ടൂറിന്റെ പൈസ തരാമെന്നൊരു വിവരം അറിഞ്ഞിട്ട്
അവര് ടൂറിന് പോണില്ല, പകരം കുട്ടിക്ക് വേണ്ടി കൊടുക്കാൻ പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് പോയിട്ടുണ്ട്. നല്ല പിള്ളേരാ. അവരെ നമുക്ക് അഭിമാനമുണ്ട് ആ കാര്യത്തില്. പിള്ളേര് കേട്ട വഴിയെ ടൂർ ഒഴിവാക്കി ഇങ്ങനെ ചെയ്യുന്നതില്. ആയിക്കോട്ടെ സാറേ, ഓക്കെ.